നെഗറ്റീവ് കമൻറ്റിനെതിരെ അല്ല, കമൻറ്റ് ചെയ്തോട്ടെ, നെഗറ്റീവ് കമൻറ്റ് ചെയ്തോട്ടെ, പക്ഷേ പേഴ്സണൽ റിമാർക്സ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ചില ആൾക്കാർ സ്പെസിഫിക് ആയിട്ട്, അതായത് വളരെ മോശമായിട്ട് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ കത്തിയും തോക്കും ഒക്കെ എടുത്താണ് ആ ലെവലിൽ മോശമായിട്ട് എഴുതുന്ന അവരോട് അവരെ ട്രേസ് ചെയ്യുന്നുണ്ട്. അവരുടെ IP എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതൊന്ന് പ്രോപ്പർ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കേസ് കൊടുക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്കൊരു ലാസ്റ്റ് ചാൻസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത ആൾക്കാർ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും നമ്മൾ ഉടനെ നമ്മൾ മാറ്റി പറയും അത് തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറയും. തൂക്കിക്കൊല്ലാനല്ല, പക്ഷേ തെറ്റ് ചെയ്ത് റിയലൈസ് ചെയ്ത് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. പക്ഷെ അതേസമയം ഇവർ പിന്നെയും വന്നു അങ്ങനെ പറയുന്ന പ്രശ്നമില്ല. ഞങ്ങൾ പിന്നെയും വരും, ഇനിയും വരും. നമ്മൾ കൊട്ടിക്കാലത്ത് നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെയും പനി വരും. അപ്പോൾ അയ്യോ പനി പിന്നെയും വന്നു നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അത് വരിക തന്നെ ചെയ്യും, ഞങ്ങളുടെ പനിയാണ് അങ്ങനെ. പക്ഷേ ഈ ആൾക്കാർ പേഴ്സണൽ റിമാർക്സ് ചെയ്യുന്ന ആൾക്കാരോട് വളരെ മോശമായിട്ടുള്ള റിമാർക്സ് ചെയ്യുന്നവർ, സെക്ഷലി ഇൻറ്റൻവേറ്റഡ് അവർ, എന്താ പറയുക, അങ്ങനത്തെ കമൻറ്റ്സ് ചെയ്യുന്നവർ, ഇതെല്ലാം ഒരുതരം രോഗമാണ്. ഇവരെ ചികിത്സിക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം. ഒന്നെങ്കിൽ അവരുടെ കൈ കെട്ടിയിടണം, എല്ലാം നുണയിൽ മുറിക്കാത്ത കൂട്ടിയിടണം, ഫോൺ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ വൈഫൈ കട്ടിക്കണം. കാരണം അല്ലാതെ ഇവരുടെ ഈ രോഗം മാറാൻ പോകുന്നില്ല. ബിക്കോസ് ഏത് പെണ്ണിനെ കണ്ടാലും എന്തും പറയാമെന്നുള്ള ഈ ഒരു അഹങ്കാരം, അവർക്ക് കുടുംബവും കുട്ടികളും എല്ലാം ഉള്ള വയസ്സായ ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ടാണ് കേസ് കൊടുക്കാൻ ഞാനൊന്ന് ആലോചിക്കുന്നത്. കാരണം എന്നെക്കാൾ മൂപ്പുള്ള ആൾക്കാരെ കയറി ഞാൻ ചീത്ത വിളിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കഷ്ടമാണ്. അവർക്ക് ഒന്ന് അതൊരു സെക്ഷൽ ഡെപ്രിവേഷൻ ആയിരിക്കാം, ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. അവർക്ക് ആ ദാരിദ്ര്യം തീർക്കേണ്ടത് ഞങ്ങളുടെ നെഞ്ചത്തല്ല. സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ എത്രത്തോളം വിഷമിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ ഇപ്പം അറിയാം അത് രോഗമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വഴിയിൽ പോകുമ്പോൾ ഏതെങ്കിലും മൃഗം നമ്മളൊക്കെ കുരയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റി കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഈ രോഗങ്ങൾക്കെല്ലാം നമുക്ക് വഴിയുണ്ടാക്കാം. അത് ഉടനെ തന്നെ ഞാനത് പ്രോപ്പറായിട്ട് അതിന് കേസ് ഉണ്ടാവും. അത് 375 ആണെങ്കിലും അല്ലാതെ ഡെഫിമേഷൻ അല്ലാതെ ഒരു സ്ത്രീക്കെതിരെ മോശമായി കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട്, അത് സ്ത്രീകളുമുണ്ട്. എനിക്ക് അതാണ് വലിയ അത്ഭുതം. അത് ഫേക്ക് ID ആയവരുണ്ട്, ഫേക്ക് ID അല്ലാത്തവരുണ്ട്. സ്ത്രീകൾക്ക് എന്താണ് കുഴപ്പം? അവരാരും കല്യാണം കഴിച്ചില്ല എന്ന്. സോറി, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ വേറെ ഉദ്ദേശിക്കുന്നില്ല. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. കാരണം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, നിങ്ങൾക്ക് രോഗമാണ്, അത് മാറും, ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇല്ല, ഇവർ തീരുമാനിച്ചിരിക്കുക, ഇവർ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ബിക്കോസ് ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ കയറി ഇറങ്ങാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അത് ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെയാണ് ഈ പേര് പോലും പറയാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ നട്ടലില്ലാത്ത കുറേ ആൾക്കാർ. ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾ യൂട്യൂബിലൂടെ അറിഞ്ഞവർ മാത്രമാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. ഈ 15 മിനിറ്റിലല്ല ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജീവിച്ചത് നന്നായിട്ട്. ഞങ്ങൾ 49 വർഷം വരെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. 40 വയസ്സ് വരെ ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ 100-ൽ-1 അംശം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും അനുഭവിച്ചിട്ടുള്ളത് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ആ അറിയാത്ത പിള്ള ചൊറിയും പറയുന്നുള്ള ആ ഒരു അവസ്ഥയാണ്. അവർ ഈ വേദന അനുഭവിച്ചിട്ടില്ല. അത് എന്ന് അനുഭവിക്കുന്ന അവർക്ക് അത് അന്നേ മനസ്സിലാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് IP ട്രേസ് ചെയ്ത് ഇവർ ഈ ചെയ്ത ആൾക്കാരെല്ലാവരുടെയും ഈ ഫേക്ക് ID ആണെങ്കിലും ഇവർ യൂസ് ചെയ്യുന്ന IP ഒന്നാണ്. അത് അവർ മറന്നിട്ടാണ് കളിക്കുന്നത്. ഇനിയിപ്പോൾ ഓടി നടന്ന് ഇവർ IP ചെയ്താൽ പോലും എത്ര ദൂരം ഓടും? ഈ ഒരു കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓടേണ്ട കാര്യം വളരെ സിമ്പിളാണ് കണ്ടുപിടിക്കുക. ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് IT-യിൽ തന്നെ കുറേ കാലം വർക്ക് ചെയ്തതാണ്. ഞാൻ വേറെ ആൾക്കാരൊന്നും കണ്ടുപിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഐ എം സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ്. അത് IP ട്രേസ് ചെയ്ത് ഈ കമൻറ്റ് ചെയ്ത ഈ വൃത്തികെട്ട കമൻറ്റ്സ് എഴുതുന്ന ആണായാലും പെണ്ണായാലും എന്തായാലും കണ്ണടച്ചിട്ടായിരിക്കും കേസ് കൊടുക്കാൻ പോകുന്നത്. അത് അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡെഫിമേഷനും അതുകൂടെ അതിൻ്റെ കൂടെ ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ കേസും അനുഭവിക്കേണ്ടി വരും. ഇത് വേറെ രീതിയിൽ എന്താ പറയുക, സെക്ഷൽ ടോണിലല്ല ഇവർ കമൻറ്റ് ചെയ്യുന്നത്. പച്ച തെറിയാണ് എഴുതുന്നത്. ഇവരുടെ അച്ഛനമ്മയും പഠിപ്പിച്ചത് ഈ ഭാഷയാണെന്നുണ്ടെങ്കിൽ സോറി, എൻ്റെ അച്ഛനമ്മയും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കുന്നില്ല. എൻ്റെ മറുപടി കേസായിട്ട്